നിങ്ങളെ കൂടുതൽ അറിയാൻ വേണ്ടി ഞാനൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഓക്കെ, റെഡി? നിങ്ങൾക്ക് മാത്രം പറയാനാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. സത്യസന്ധ, ഓഫ്കോഴ്സ് നിങ്ങൾ ഉള്ളതുപോലെ പറയുന്നത് എനിക്കറിയാം, കുഴപ്പമില്ല. സ്റ്റേജിൽ കോൺഫിഡന്റ് ആയിട്ട് തെറ്റിച്ച് പാടുന്ന ഒരാൾ വന്നിട്ടില്ല. ശ്രീചേട്ടനാണോ? അത് തെറ്റിച്ച് കഴിഞ്ഞാൽ കോൺഫിഡന്റ് തെറ്റിച്ച് പാടുന്നവരല്ല, ബാക്കിയുള്ളവർ എന്താ പാടാതെ കോൺഫിഡന്റ് ആയിട്ട് നോക്കുകയും ചെയ്യും. അങ്ങനെയല്ല, തെറ്റ് പറ്റിയത് മനസ്സിലാക്കി വെക്കാൻ നമ്മളെ നോക്കും. അപ്പൊ കാണുന്നവര് വയ്ക്കും നമ്മളാണ് തെറ്റിച്ചത്. അതിന് പ്രത്യേകിച്ച് കഴിവുണ്ട്. സോ ഏതെങ്കിലും സ്റ്റേജ് നിങ്ങൾക്ക് ഇപ്പൊ ഓർത്ത് ചിരിക്കണം, സ്റ്റിൽ ഇപ്പോഴും ആ സ്റ്റേജ് ഓർക്കുമ്പോൾ ചിരി പൊട്ടും. നമുക്ക് ചിരി എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ ഒന്നാമത് ചിരിക്കുന്ന മുഖങ്ങളാണ്. സ്റ്റേജിൽ പെട്ടെന്നൊരു ചിരി വന്ന് നമുക്ക് കൺട്രോളിൽ നിൽക്കില്ല. ഒരു സ്റ്റേജ് ഉണ്ട്, ഏതത്? അതായത് നമ്മുടെ പള്ളിക്കത്തോട് ഇവന്റെ വീടിന്റെ അടുത്ത് ഞങ്ങൾ ഒരു സൗണ്ട് വേറെ വർക്ക് ചെയ്യാം. അപ്പൊ ഞങ്ങൾ കൊണ്ടും സൗണ്ട് അല്ല, ഞങ്ങളെല്ലാം സൗണ്ട് ഇല്ല, ഒരു വിധത്തിൽ പാടി എങ്ങനെയും പരിപാടി തീർക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളെ എല്ലാവരുടെയും സൗണ്ട് പോയി. ഹരിച്ചാനാണ് ലാസ്റ്റ് നന്ദി പറയുന്നത്. ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന സൗണ്ട് ഹരിച്ചേട്ടന്റെ ആ ഒരു സ്റ്റൈലിലാണ് പുള്ളി പറയാം. പുള്ളി അറിയാൻ വേറെ സൗണ്ടായി പോയി. ഞങ്ങളെല്ലാം പൊട്ടുന്നു, ഞങ്ങൾ എല്ലാവർക്കും ചിരി അടക്കാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാരും കടിച്ചു പിടിച്ച് കീബോർഡ് വായിക്കുന്ന കണ്ണല്ലേ നമ്മുടെ ഉഴപ്പെന്ന് പറയും, അവനൊക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പുറകോട്ട് ഓടി ചിരിച്ചിട്ട് ഇറങ്ങിപ്പോയി. പുള്ളി സൗണ്ട് പുള്ളിയുടെ പോയത് പുള്ളി അറിഞ്ഞില്ല. ആള് കോൺഫിഡന്റ്. അതൊരു വലിയ, ഞങ്ങൾ ആ സ്റ്റേജ് എപ്പോഴും ഓർക്കുമ്പോൾ ചിരി ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം ഇത്ര 25 വർഷത്തെ കോമഡി ഉണ്ടല്ലോ, കുറെ ഉണ്ട്. ഈ മറക്കാനാവാത്തൊരു സ്റ്റേജ് ഉണ്ടോ ശരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ? എല്ലാ സ്റ്റേജും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളത് ഓർക്കും. എല്ലാ സ്റ്റേജും പുതിയൊരു ആദ്യമായിട്ട് തുടങ്ങുന്ന പോലെ ആയിരിക്കും ആദ്യത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. എങ്കിലും മറക്കാനാവാത്തൊരു സ്റ്റേജ് ഉണ്ടോ ഇത്രയും വർഷം, 25 വർഷത്തിനിടയില്? മറക്കാനാവാത്ത ഒരെണ്ണം പറയാനായിട്ട് എനിക്ക് ഒരെണ്ണം പറയാനായിട്ട് ആക്ച്വലി പറ്റത്തില്ല. ഡൽഹിയിലെ പ്രോഗ്രാംസ് നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി നമ്മളുടെ കെനിയയിലെ പ്രോഗ്രാം, കെനിയയിൽ പോയത് അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കെനിയയിൽ ഇത്രയും മലയാളികൾ ഉണ്ടായിരിക്കുന്നു. മലയാളികൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യൻസും തമിഴും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കെനിയയിൽ നമ്മുടെ പ്രോഗ്രാം കാണാൻ ഒരു 1000 to 1500 ബിറ്റ്വീൻ ആൾക്കാരുണ്ടായിരുന്നു പ്രോഗ്രാം കാണാൻ വേണ്ടി തന്നെ. ആ ഫസ്റ്റ് പാർട്ട് ഓൺവേർഡ്സ് അതിൻ്റെ എനർജി ഞാനിപ്പോഴും ഇരിക്കുന്നത്. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് അല്ലടാ ശരിക്കും ഭയങ്കര എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം അവിടുത്തെ FM-ലൊക്കെ അവിടുത്തെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അവർ വന്നിട്ട് ഹിന്ദി, അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ എനിക്ക് കിട്ടി. ഞങ്ങൾക്ക് ഈ ആക്ച്വലി ഇതിൻ്റെ വേർഡ്സ് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, പക്ഷെ അതിൻ്റെ ഓരോ എനർജിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പറഞ്ഞിട്ട് അവർ FM-ലിട്ടേക്കുന്ന ഒരു വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു കെനിയക്കാർക്ക് ഉള്ളൊരു സംശയം മാറാത്ത ആള്. എന്ത് ചോദിച്ചാലും സംശയം, എപ്പോഴും ഡൗട്ടാണ്. എന്തുകൊണ്ടാ എല്ലാ കാര്യത്തിലും അവൻ അറിയത്തില്ല കേട്ടോ, അവൻ അറിയാതെ പറഞ്ഞാലും സംശയമാണ്. അവന് സംശയം ഉണ്ടോ എന്ന് അവന് സംശയമാണ്. അടുത്തത് ഓക്കെ, ഫുഡിന്റെ കാര്യം ചോദിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞു, അതറിയാം. ഓക്കെ, സ്റ്റേജ് ഫിയർ ഉള്ളത് ഇപ്പൊ ഓൾറെഡി നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണെങ്കിലും സ്റ്റേജിൽ ഒരു പേടിയുള്ള ആള് ആരാ? ഞാൻ 2-3 ദിവസം സഭാകുമ്പോ പറഞ്ഞായിരുന്നു, നീ എന്നും ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാലേ എനിക്ക് ഒരു സമയം വരെ ഇവരുണ്ടായിരുന്നു, ഒരു സമയം വരെ ഇപ്പൊ ഇല്ല. ആദ്യമെല്ലാം ഈ പാടിക്കൊണ്ടിരിക്കണ ജോണേഴ്സ് ഇങ്ങനെയുള്ള ആയിരുന്നില്ല, ബാൻഡും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്റെ അത്രയുള്ള ഒരു ആഗ്രഹമാണ് നന്ദവത്തിന്റെ കൂടെ പാടണം എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ചേഞ്ച് ആകുമ്പോൾ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. ടു ബി ഫ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം മൈക്ക് വെച്ച് പ്രസന്റ് ചെയ്ത് അങ്ങനെ ഒരു വേറെ രീതിയിൽ പാടിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് പിന്നെ വേറെ കൈൻഡ് ഓഫ് സോങ്സ് ആണ് പാടുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടക്കത്തിലുള്ള ഒരു പേടിച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്യണം. പക്ഷെ ദൈവം സഹായിച്ചിട്ട് നന്നായി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെയുള്ള ഒരു പേടി ഉണ്ടായി. അത് ഉറപ്പായിട്ടും അതൊരു വലിയ കാര്യമാണ്. നമ്മളിപ്പോ നമുക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ ചേട്ടന്മാരുണ്ട്, എല്ലാവരും എന്റെ ചേട്ടന്മാരാണ്. അപ്പൊ അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യണേ. ഏതൊരു പ്രോഗ്രാമിനും നമുക്ക് എവിടെ എന്തൊരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാലും പറഞ്ഞു തരാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും കൂടെയാണ്. എനിക്കൊന്നും ഇവിടെ മോട്ടിവേഷന്റെ കുറവൊന്നുമില്ല. ആ മോട്ടിവേഷൻ കൊടുക്കാൻ ആള് എല്ലാവരും റെഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടീമിലേക്ക് വന്നാൽ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരിക്കും. എനിക്ക് കിട്ടുന്നു കുറച്ച് മോട്ടിവേഷൻ ഇവിടെ. കാരണം എല്ലാവരും വളർന്നു വരിക. കാരണം നിങ്ങൾ താഴേന്ന് ചെറിയ ചെറിയ പ്രോഗ്രാമിലൂടെ വന്ന് ഇന്നിപ്പം ഒത്തിരി ആളുകൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഫാൻസ് ഉള്ള ഒരു ടീമായിട്ട് മാറുന്നത് ചില്ലറ കാര്യമില്ല. അതൊരു വലിയൊരു ജേർണി തന്നെയാണ്. സ്റ്റിൽ അത് എത്രത്തോളം പ്രൗഡാണ് ശരിക്കും. ഒരു 25 വർഷമുള്ള ഒരാൾ കൂടെയുള്ള ഒരാളെന്ന രീതിയിൽ അത് കാണുമ്പോൾ പുതിയ ആളുകൾ വരുന്നു പോകുന്നു, പക്ഷെ അത് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ട് ശരിക്കും.
കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എൻ്റെ വൈഫ് ചോദിച്ചു, നവീൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ആക്ച്വലി ഇല്ല, വിചാരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാര്യം ഞങ്ങൾ ചെയ്യുന്ന അൾട്ടിമേറ്റ്ലി ഭജനാണ് അല്ലേ, നമ്മൾ ഭജനും അത് ഫിലിം സോങ്സും ഒക്കെ മിക്സ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ഹാപ്പി എന്ന് പറയുന്നത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇർഷാദിനെ ഞാൻ എടുത്തു പറയുന്നു. ഇർഷാദ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളുടെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വൈറലായ പറയരുതേ അറിയരുതേ എന്നുള്ള പാട്ട്, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മളത് പറയുമ്പോഴത്തേനും അവർക്ക് പീസ് ഓഫ് മൈൻഡ്. നമുക്ക് ഏറ്റവും ഹാപ്പി കിട്ടുന്ന കാര്യം, നമ്മൾ മ്യൂസിക് പല കാര്യങ്ങൾക്ക് കേൾക്കാമല്ലേ, പക്ഷെ ഒരാൾക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആൾക്കാരുടെ കമൻ്റൊക്കെ കാണുമ്പോൾ ചിലത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. കാര്യം അവർ ഡിപ്രഷനിൽ ഇരിക്കുമ്പോഴത്തേനും കേൾക്കുന്നത്, അവരുടെ ഡിപ്രഷൻ ഞങ്ങളുടെ കാരണം മാറി. എനിക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ 2 ദിവസം മുന്നേ അതൊരു ഭയങ്കര ടച്ച് ചെയ്തു. ഒരു പറയുമ്പോൾ തന്നെ എനിക്ക് രോമം വരും. ഒരു 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 മോള്, ഒരു അനീതിക്കുട്ടി. അപ്പം പുള്ളിക്കാരി ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നതാണ്. ഞാൻ എൻ്റെ മോളെ വയറ്റിലുണ്ട്, 9 മാസമായി. അപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ മോളെ ഇപ്പോൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാട്ടാണ്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര സമാധാനം കിട്ടുന്നുണ്ട്. ഞാൻ ഇന്ന് ലേബർ റൂമിലേക്ക് കയറുവാണ്, നാളെ തൊട്ട് മോള് നിങ്ങളുടെ പാട്ട് നേരിട്ട് കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ടച്ചിങ് ആണ്. പിന്നെ നന്ദഗോവിന്ദത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറയാറുണ്ട്, അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മളൊരു സ്റ്റെപ്പ് വെച്ചാൽ നന്ദഗോവിന്ദൻ നമ്മൾ 5 സ്റ്റെപ്പ് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അല്ലേ, നമ്മളൊരു ഭജൻ കണക്ട് മുമ്പോട്ട് എടുത്ത് വെച്ചു, ഇതെങ്ങനെ ആവുമെന്ന് അറിയില്ല. നോക്കുമ്പോൾ എന്തോ ഒരു പുഷ് പോലെ പെട്ടെന്ന് അങ്ങ് കയറാം. ഒരു 4 മാസം കൊണ്ട് ഭജൻ കണക്ട് വേറെ ലെവലിൽ എത്തി കാര്യങ്ങൾ. അത് നന്ദഗോവിന്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു മഹത്വമായിരിക്കാം. അതായത് നിങ്ങൾക്ക് ചുറ്റുള്ള ആൾക്കാര് അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് പലർക്കും ഇത് ഫീൽ ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു തെറാപ്പി എടുക്കുന്ന പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫ് എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല. ആൻഡ് നിങ്ങളുടെ മുഖത്ത് കാണുന്ന ചിരി അത് ഭയങ്കര ജെന്യുവനായിട്ട് കാണിക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ഫേക്ക് ചെയ്യാലോ, അത് നിങ്ങൾക്ക് തോന്നാറില്ല. ഈ നിങ്ങൾ ഓരോ പ്രോഗ്രാമിന് മുമ്പ് ഒരു ബാക്ക് സ്റ്റേജിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ പ്രിപ്പറേഷൻ പാട്ട് കാര്യത്തിലല്ല, ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയി പാടുന്നതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് എങ്ങനെയാണ് ശരിക്കും? അത് റെക്കോർഡിംഗ് സെഷൻസിലാണ് നമ്മൾ പാട്ടുകൾ പഠിക്കുന്നത്. നമ്മളുടെ ഹോം റെക്കോർഡിംഗ് സെഷൻസ് ആണ് ഞങ്ങളുടെ ആക്ച്വലി പ്രാക്ടീസ്. ഒരു പാട്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതും അതങ്ങ് റെക്കോർഡ് ചെയ്യും. അപ്പം എന്നിട്ട് അത് ഞങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ കാണാമല്ലോ വീട്ടിൽ ഞങ്ങൾ പാടുന്ന സെഷൻ. അത് ഞങ്ങൾ ആക്ച്വലി പഠിക്കുന്ന സ്റ്റേജാണ്. അപ്പൊ ഇത് ഓൾറെഡി ഓരോരുത്തർക്ക് വാട്സ്ആപ്പ് ചെയ്ത് അവരങ്ങനെ പഠിക്കുമോ? ഒരുമിച്ച് വരും. അന്നത്തെ ദിവസമായിരിക്കും ഒരുമിച്ച്, ആ റെക്കോർഡ് ചെയ്യുന്ന ദിവസമായിരിക്കും ഒരുമിച്ച് കൂടി പഠിക്കുന്നത്. ആ പഠിക്കുന്ന ദിവസം തന്നെ ആ വീഡിയോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് യൂഷ്വലി ചെയ്യുന്നത്. ഒരു വെള്ളിയാഴ്ചകളിൽ നവീന്റെ വീട്ടിൽ ദുബായിൽ ഫുൾ ടീം ഉണ്ടാവും. ഇതുപോലെ ഞങ്ങൾ ഇവിടെ തിരുവഞ്ചൂര് ഹരികൃഷ്ണൻ ഇന്ന് വന്നിട്ടില്ല, ഹരികൃഷ്ണന്റെ വീട്ടിൽ ഞങ്ങൾ ഫുൾ ടീം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രാക്ടീസിനൊരു നല്ല റോളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇൻഡിവിജ്വലി ഇപ്പം ആരെയും കുറ്റമൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. ആർക്കും അറിയാത്തവരുണ്ടെങ്കിൽ അവർ നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ ഇന്റേണലി തന്നെ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യും, സ്വയം പഠിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന കാര്യം. വലിയ കാര്യമാണത്. ഓക്കെ, അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് മുങ്ങുന്ന ആള് അറിയാലോ, പറയണ്ടല്ലോ, സംശയം ലാസ്റ്റ് മിനിറ്റിലല്ലേ മുങ്ങിയത്. ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ അവൻ ഇന്റർവ്യൂ വരണ്ടായിരുന്നു. അതെ, അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് മുങ്ങുന്ന ആളാ. ഈ പ്രോഗ്രാം സമയത്ത് മുങ്ങുവാൻ എല്ലാ ചോദ്യം കണ്ണന പറയാൻ വേണ്ടി തന്നെ ചോദിക്കണ പോലെ എല്ലാ ആൾക്കും മാത്രമുള്ളതാണ്. അല്ല, പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഓൾറെഡി കുറെ വർക്ക് ഉണ്ട്. പുള്ളി എന്ന് വെച്ചാൽ ഇതൊന്നും പ്ലാൻ ചെയ്തില്ല. പുള്ളി ഡേറ്റ് ഒക്കെ കൊടുത്താലും പുള്ളി ഞാൻ വിളിക്കും എന്നുള്ള ഒരു ഇതിൽ മാത്രം നടക്കുവാണ്. അപ്പം ജസ്റ്റ് ഇതാണ് സംഭവം. പുള്ളിക്ക് ഭജൻ പ്രോഗ്രാം ഉണ്ടെന്നും അവിടെ വേറെ ആ പ്രോഗ്രാമിന്റെ ഡേറ്റിൽ തന്നെ പുള്ളി വേറെ പരിപാടിയും പിടിക്കും. ഇത് ലാസ്റ്റ് വരുമ്പോൾ പുള്ളിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതാണ് സംഭവം. ശരിക്കും ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അവന്റെ ഒരു ഫോട്ടോ ഇങ്ങനെ താഴെ പറ്റി പറയുന്നത് ഞങ്ങൾ നല്ലൊരു ഫോട്ടോ തരാം. ഓക്കെ, എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠ. അയ്യോ, എല്ലാ കാര്യത്തിലും ആരായിരിക്കും? അല്ല, അവൻ കൃത്യനിഷ്ഠ ആയില്ലെങ്കിൽ ഈ പരിപാടി നടക്കത്തില്ലല്ലോ. ശരിയാ, എല്ലാം മാനേജ് ചെയ്യണമെങ്കിൽ. ഓക്കെ, എല്ലാത്തിന്റെയും ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ കൃത്യനിഷ്ഠ 1/2 മണിക്കൂർ മുമ്പും കൂടെ. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് ഞങ്ങള് ഭയങ്കര സ്പീഡ് വരുവാ. 7 മണിക്ക് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഭയങ്കര സ്പീഡ് വരുവാ. പക്ഷെ ശരിക്കും പരിപാടി 8 മണിക്കായിരുന്നു. ആൾക്കാർ അറിയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് 8 മണിക്കത്തെ പ്രോഗ്രാം 7:30 തുടങ്ങി. അത്രയും അതല്ല, അതിന്റെ തലേദിവസം ഞങ്ങളുടെ നാട്ടിലൊരു പരിപാടി നടന്നു, പറയാതിരിക്കുന്നില്ല. അപ്പം ഭയങ്കര ഒത്തിരി പേര് വന്ന ഒരു പരിപാടിയാ. അത് കൃത്യസമയത്ത് തുടങ്ങണം എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഇവരെല്ലാം കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു. അപ്പൊ ഞാൻ അതിന്റെ പിറ്റേ ദിവസത്തെ പരിപാടി ഞാൻ പറഞ്ഞു 7 മണിക്കാണ്. ഇവരെല്ലാം നേരത്തെ വന്ന് ഇവരെല്ലാം സൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത് 7:30 ആയപ്പോൾ പരിപാടി തുടങ്ങി. ആദ്യത്തെ സംഭവം. അല്ല, സാർ എങ്ങനെ ഇരിക്കുന്നു വിചാരിക്കണ്ട. ആള്
അവന്മാരൊക്കെ ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെയാണുള്ള കലിപ്പും നേരിടാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും പേടിയുള്ള ഒരു സാർ ഇവനാ. പണിക്കരേട്ടന് കാർന്നു സ്ഥാനം കൊടുത്താൽ ആണല്ലേ, ആ സ്ഥാനത്തിലേക്ക് ആ സ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്.